ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പഴയതുപോലെയുള്ളൊരു സൗഹൃദ ബന്ധത്തിലല്ല. ശരിക്കും പറഞ്ഞാൽ അധ്യാപകർക്ക് ഇന്ന് വിദ്യാർത്ഥികളെ ഭയമാണ്. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സംഘടനകളെയും അതുപോലെ രക്ഷാകർത്താക്കളെയും ഒക്കെ ഭയമാണ് അധ്യാപകർക്ക്. കാരണം തങ്ങളുടെ മക്കളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, വഴക്ക് പറഞ്ഞാൽ മാതാപിതാക്കൾ വന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ എനിക്ക് ഉള്ള ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു അധ്യാപകൻ്റെ തെറ്റായൊരു പ്രവർത്തനം ഒരു വിദ്യാർത്ഥിയുടെ ഭാവി നഷ്ടപ്പെടുത്തതിനെ സംബന്ധിച്ചാണ്. ഇടുക്കി ജില്ലയിലെ വലിയതവാള CRHS സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ 2 ആൻ്റണിമാരുണ്ടായിരുന്നു. പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിച്ച് പഠിക്കുന്ന ക്ലാസ്സാണ്. ആൻ്റണി എന്ന് പേരുള്ള 2 പേരുണ്ടായിരുന്നു. ഇന്നത്തെ രീതിയിലുള്ള ആധുനിക കെട്ടിടങ്ങളൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു പഴയ സ്കൂൾ കെട്ടിടമായിരുന്നു. ഈ ക്ലാസ് മുറികൾ തമ്മിൽ ഭിത്തി കൊണ്ടുള്ള വേർതിരിവൊന്നുമില്ല. ഓരോ ക്ലാസ് മുറിക്കും സ്ക്രീനാണ്, ഒരു കർട്ടനായിരുന്നു വെച്ചിരുന്നത്. അപ്പുറത്തെ മുറിയിൽ അധ്യാപകർ ആ കർട്ടനപ്പുറത്ത് പഠിപ്പിക്കും, ഇപ്പുറത്ത് പഠിപ്പിക്കും, ഇങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു പീരീഡ് ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ അധ്യാപകരില്ലായിരുന്നു. ഞങ്ങൾക്ക് അന്ന് ആ സമയത്ത് ആ പീരീഡ് എടുക്കേണ്ട അധ്യാപകൻ ലീവായിരുന്നു, സാറ് ലീവായിരുന്നു. അവിടെ തൊട്ടടുത്ത സ്ക്രീനിനപ്പുറത്ത് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അവിടെ അധ്യാപകർ ഒരു സാറ് പഠിപ്പിക്കുന്നുണ്ട്. സാറ് ഇവിടെ വന്ന് മേശപ്പുറത്ത് ചുവരിൽ കൊണ്ടടിച്ചിട്ട് പറഞ്ഞു, ആരും ശബ്ദം ഉണ്ടാക്കരുത്, ഞാൻ അപ്പുറത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് എഴുതുകയോ ഒക്കെയാണ്, ഓരോരുത്തരും അവരുടെ ബുക്ക് പഠിക്കുകയോ എഴുതുകയോ ഒക്കെയാണ്. ശബ്ദമൊന്നും പുറത്ത് കേൾക്കുന്നില്ല. കാരണം അപ്പുറത്തെ ക്ലാസ് നടക്കുകയാണല്ലോ. പെട്ടെന്ന് അല്പസമയം കഴിഞ്ഞപ്പോഴേ ആരും ഒരു കുസൃതി കാണിച്ചു. എന്താണ് കൃത്യമെന്ന് ഞാനും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഒരാൻ്റണി, എഴുകുംവയൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ആൻ്റണി ഒന്ന് ചിരിച്ചു. ചിരിക്ക് അല്പശബ്ദം കൂടിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 ആൻ്റണിമാരുണ്ട്. ഒരാൾ എഴുകുംവയലിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്ന ആളും ഒരാൾ ഉപ്പുകണ്ടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നവരും ആണ്. ഇനിഷ്യൽ ഇപ്പോൾ ഞാൻ തൽക്കാലം പറയുന്നില്ല, 2 പേരുടെ ഇനിഷ്യൽ എനിക്കറിയാം. എന്നാലും ഞാൻ ഇനിഷ്യൽ പറയുന്നില്ല. 2 പേരും ആൻ്റണിമാരാണ്. ഈ പെട്ടെന്ന് ഇപ്പുറത്തെ ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ ഒരു മുറിയെന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ക്രീനിൻ്റെ ഇപ്പുറത്ത് പുള്ളി പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞപ്പോഴേ ആ ദേഷ്യത്തിന് സാറവിടുന്ന് ഇങ്ങോട്ട് വന്നു. ഒരു വടിയുമായിട്ടാണ് വന്നത്. ആരടാ ചിരിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ്സിലെ ലീഡർ പറഞ്ഞു, സാറേ ആൻ്റണിയാണെന്ന് പറഞ്ഞു. ആൻ്റണിയാണെന്ന് പറഞ്ഞതും സാർ ആ ദേഷ്യത്തിന് ഈ ഉപ്പുകണ്ടത്തിൽ നിന്ന് വന്ന ആൻ്റണിയെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു 5-10 അടി അങ്ങോട്ട് കൊടുത്തു. സാറിന് ദേഷ്യം തീരുന്നവരെ. അന്നൊക്കെ അവരെയൊക്കെ ഇച്ചിരി പ്രായമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും 5ാമത്തെ വയസ്സിലൊന്നും 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന രീതിയൊന്നും അന്നില്ലായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ സ്കൂളിലെ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും ചെറുത് ഞാനായിരുന്നു. ഞങ്ങൾ കുറച്ച് 3-4 പേര് ട്രൗസറൊക്കെ ഇടുന്നവരുള്ളവരുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഈ ഒറ്റമുണ്ടാണ് കൊടുത്തിരുന്നത്. ഇവരൊക്കെ പല പ്രായക്കാരായിരുന്നു അന്ന് ആ ക്ലാസ്സിലുണ്ടായിരുന്നത്. കാരണം ഹൈ റേഞ്ചിൽ എല്ലാവർക്കും 1ാം ക്ലാസ്സിലൊന്നും 5 വയസ്സിലൊന്നും പോയി ചേരാൻ പറ്റിയിരുന്നില്ല. ചിലർ 5-8 വയസ്സുള്ളപ്പോഴൊക്കെയാണ് 1ാം ക്ലാസ്സിലൊക്കെ പോയി അവരുടെ മാതാപിതാക്കളെ ചേർത്ത്. കാരണം വളരെ ദൂരം നടന്നൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഈ സാറ് വന്നിട്ട് ആൻ്റണിയാണെന്ന് പറയുകയും ഈ ഉപ്പുകണ്ടത്തിൽ നിന്ന് വന്ന ആൻ്റണിയെ പിടിച്ച് അങ്ങോട്ട്
എത്ര അടി അടിച്ചെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഈ സാറിൻ്റെ കയ്യിൽ ചൂരലുണ്ടായിരുന്നു, ആ ചൂരലും ഉണ്ടായിരുന്നു. അന്ന് മിക്ക അധ്യാപകരുടെയും ചൂരലുണ്ട്. അടിച്ചു. ശരിക്കും ശബ്ദം ഉണ്ടാക്കി ചിരിച്ചത് ആൻ്റണിയല്ല, എഴുകുമേലിൽ നിന്ന ആൻ്റണിയാണ്. അടി കൊണ്ടത് സാറ് തെറ്റിദ്ധരിച്ച് അടിച്ചത് ഉപ്പുകൊണ്ടതിൽ നിന്ന് ആൻ്റണിക്കാണ്. ഇവൻ മുഖം പൊട്ടിക്കരഞ്ഞ് ഒച്ച ഒന്നും വെച്ചില്ല, ബെഞ്ചിൽ പോയി ആ ഇരിപ്പങ്ങിരുന്നു. ക്ലാസ് മുഴുവൻ സ്തംഭിച്ചു പോയി. കാരണം എല്ലാവർക്കും അറിയാം ചിരിച്ചത് അവനല്ലെന്നും അടി കൊണ്ടത് വേറൊരാൾക്കാണെന്നും ക്ലാസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ സാറിനോട് പറയാൻ ആർക്കും അന്നേരം ധൈര്യം വന്നില്ല. ഇന്നത്തെ കാലമൊന്നുമല്ല. ആൻ്റണി ആ പീരീഡ് അവിടെ ഇരുന്നു. അടുത്ത പീരീഡായപ്പോൾ അവൻ ഇറങ്ങിപ്പോയി. സാറിനോട് ഞങ്ങളുടെ ക്ലാസ്സിലെ ലീഡർ പറഞ്ഞു, സാറേ അടിച്ചത് സാറ് ഉപ്പുകൊണ്ടത്തുനിന്ന് വരുന്ന ആൻ്റണിയാണേലും ചിരിച്ചത് എഴുകുമേലിൽ നിന്ന് വരുന്ന ആൻ്റണിയാണ് സാറെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അതിനകത്തിപ്പോൾ ഞാൻ വലിയ പ്രത്യേകതയൊന്നും കാണുന്നില്ല എന്ന് പുള്ളിയും പറഞ്ഞു. പക്ഷേ സങ്കടകരമായ സംഭവം ഈ ആൻ്റണി പിന്നീട് ഒരിക്കലും സ്കൂളിലേക്ക് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. ആൻ്റണിയെ ഞാൻ പല പ്രാവശ്യം ആൻ്റണിയെ വീടിനടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോഴും ആൻ്റണിയെ കണ്ടിട്ടുണ്ട്. ആൻ്റണിക്ക് അവർക്ക് അവിടെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. ആൻ്റണി അവിടെ പറമ്പിൽ പണിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി സ്കൂളിൽ വരുന്നില്ല? ഇല്ല ബാബു, ഞാനിനി വരുന്നില്ല. കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് ഞാൻ ശിക്ഷ വാങ്ങിച്ചത്. ഇത് സാറിനൊരു മര്യാദ ചെയ്യാമായിരുന്നു. സാറിന് അറിയാതെ അത്രയൊന്നും തല്ലേണ്ട കാര്യമില്ല. വടിയെടുത്ത് ഇനി ഒരടി കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മര്യാദയുണ്ട്. അതല്ലെങ്കിൽ ഏത് ആൻ്റണിയാണ് എന്ന് ചോദിച്ച് കൃത്യം പറഞ്ഞിട്ട് ആളെ ശിക്ഷിക്കണമായിരുന്നു. ഇത് ആൻ്റണിയെന്ന് കേട്ടു ഉടനെ ആദ്യം വന്ന് അടുത്തിരുന്ന് കണ്ട ആൻ്റണിയെ പിടിച്ച് തല്ലി. ഈ സാറിന് വേണമെങ്കിൽ അവനോടൊരു സോറി പറയാമായിരുന്നു, അല്ല ആൻ്റണി അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. ഇവൻ പിന്നീട് ക്ലാസ്സിൽ വന്നില്ല. അദ്ദേഹം അല്പമെങ്കിലും മര്യാദയുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ അഡ്രസ്സൊക്കെ സ്കൂളിലുണ്ടല്ലോ, അല്ലെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കുട്ടികളുണ്ടല്ലോ. ഏകദേശം വലിയ കഥവാള CRHS നിന്ന് ഈ ആൻ്റണിയുടെ വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നൊരു 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ താഴെയുള്ള ദൂരമേ ഉള്ളൂ. അവിടെ ചെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാമായിരുന്നു സ്കൂളിലേക്ക്. പക്ഷേ ആ മനുഷ്യൻ ഒരിക്കലും അവനെ വിളിച്ചില്ല. കാരണം ആ മനുഷ്യൻ ഞാൻ പറഞ്ഞൊരു അധ്യാപകനാണ്. പക്ഷെ ഒരു അധ്യാപകൻ അവിടെ ഇഷ്ടംപോലെ അധ്യാപകരെ ഞങ്ങൾക്കറിയാം. ഓരോ കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പിന്തുണച്ച ചില അധ്യാപകരൊക്കെ ഞങ്ങൾക്കറിയാം, ടീച്ചേഴ്സിനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും അവനെ വിളിച്ചുമില്ല, അവൻ തിരിച്ച് വന്നുമില്ല. അവൻ വീണ്ടും ആ കൃഷിപ്പണിയിലേക്ക് തിരിഞ്ഞു. ഞാൻ കുറേ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ ആളുണ്ട്, ജീവിച്ചിരിപ്പുണ്ടോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് ഞാനത് ഉണ്ട്. അവൻ കാര്യം പഠിക്കാൻ, ഈ ആൻ്റണി പഠിക്കാൻ മിടുക്കനായിരുന്നു. ഞങ്ങളെക്കാളൊക്കെ ഞാൻ പഠിക്കാൻ അത്ര മെച്ചമൊന്നും അല്ലായിരുന്നു, എന്നാലും ആൻ്റണി നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഈ പഠിച്ചുകൊണ്ടിരുന്ന ആൻ്റണിക്ക് ഈ തല്ല് കിട്ടിക്കഴിഞ്ഞപ്പം, ചെയ്യാത്തതിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പം അവൻ പഠിത്തം നിർത്തി. ഒരുപക്ഷെ അവൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ച് കാണും, അല്ലെ വേറെ സ്കൂളിൽ ആക്കാനൊക്കെ അവർ തീരുമാനിച്ചു കാണും. അല്ല, അവൻ ഏതായാലും പോയില്ല, ഒരു സ്കൂളിലും പോയില്ല. അവൻ ആ കൃഷിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവർക്കൊരു കാളവണ്ടി ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു ഓർമ്മ ഉണ്ട്. ശരിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ദിവസം ഞാനങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. എന്നാൽ അവൻ്റെ ഭാവി, അവൻ നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നു, നല്ല ഭാവിയുള്ളൊരു പയ്യനായിരുന്നു. പക്ഷെ ഒരു അധ്യാപകൻ്റെ മോശമായ പെരുമാറ്റം, അതായത് ചെയ്യാത്ത തെറ്റിന് കൊടുത്ത ശിക്ഷ അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു. ഇന്നായിരുന്നെങ്കിൽ
രക്ഷകർത്താക്കളെ നിന്ന് അങ്ങനെ പെരുമാറിയനെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പെരുമാറിയനെയും. പക്ഷെ അങ്ങനെയല്ല, അന്നത്തെ കാലത്ത് അതായിരുന്നു സാഹചര്യം. ഇന്ന് എനിക്ക് അധ്യാപകരോട് പറയാനുള്ള ഒരു സംഗതി ഇതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുക എല്ലാവരും. നിങ്ങളെ ഏൽപ്പിച്ചാണ് മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് വിടുന്നത്. അവർക്ക് കുറവുകളുണ്ടാവും, ബലഹീനതകളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണം. അവരെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊണ്ടുവരണം. ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെയും ഭാവി അധ്യാപകരായിട്ട് കാരണം നൂറുകണക്കിന് അധ്യാപകരെ എനിക്കറിയാം തങ്ങളുടെ മക്കളെപ്പോലെ തന്നെ വിദ്യാർത്ഥികളെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്ന ധാരാളം അധ്യാപകരെ എനിക്കറിയാം. എനിക്ക് തന്നെ അനുഭവമുണ്ട്. പക്ഷേ ഇതുപോലെ ചില വിഷവിത്തുകൾ ഉണ്ടാകും. കാരണം അവർക്ക് അധ്യാപകർക്ക് ഒരു ജോലിയാണ്, ഒരു സേവനമല്ല. വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്നല്ല, മാസം ശമ്പളം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള ഒരു സംഗതി, ദയവേത് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യരുത് എന്ന് മാത്രമാണ്. ഇതുപോലെ ആളുകളെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നൂറുകണക്കിന് വിഷയങ്ങൾ ഉണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന പോലെ അറിയപ്പെടാതെ പോകുന്ന സത്യങ്ങളാണ് ഇതൊക്കെ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്നല്ല, മറ്റുള്ളവരറിയാതെ പോകുന്ന കുറേ കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. അത് നമുക്ക് സമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ സഹായവും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.